ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പുത്രകാമേഷ്ടി. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജാസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റും കൗശല്യമേറിയിട്ടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണോ. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സിനരപതേ. വൈകാതെ വരുത്തേണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ച നതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹുതിയാലെ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രിയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാം പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റവും. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം.
അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭഛിന്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്തപം സവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ശ്രീരാമ അവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്യാമൃത രസസമ്പൂർണ നയനവും ആരണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്തഹാര കാഞ്ചി നൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിന. കൗസല്യാസ്തുതി. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതേ. നിന്തിരുവടി മായാദേവിയെക്കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനനന്ദനവ്യക്തനവ്യേനേകൻ നിശ്ചലൻ
നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വാൻമാൻ സപത്മമധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിൻ തിരുവടി നോനോ നിൻ തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃ പുത്രാർത്ഥകുല സംസാര ദുഃഖാംബുദോ നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകെ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷ്യാദ്യാനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തിപൂണ്ടിദ്ധം വീണുവടങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു മന്ദരമില്ല. ചിന്തിച്ചവണ്ണം വരും ദുർമതം വളർന്നോരും രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മ ശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ. പിന്നെയൊരു ജന്മസംസാര ദുഃഖമോ. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതു. യാതൊരു മർത്യനിക നമ്മിലെ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭപുണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂമി വന്നവതാരം ചെയ്താൻ. നന്ദനനുണ്ടായതെന്നാശു കേട്ടോരു പങ്ക്തിസ്യന്തനഥ
പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു. ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേന്നാളും. സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും മിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം. ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണ്ണ രത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു. ഭൂദേവനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനു. സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനു. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയിതനയനു ഭരതനെന്നു നാമം അരുൾ ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം. ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭി രാമദേവൻ കാരുണ്യാമൃത പൂർണ്ണ ഭാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂഗദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധൂരദന്താങ്കുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജനയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ. സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫാലദേശാന്തേ സ്വർണാശ്വത്ഥ പർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞ അതേ അണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നീടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂല നഖങ്ങളും വിദ്രുവമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭവത്ലാഞ്ചനവിലാസവും
അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടും അലങ്കാരങ്ങൾ പൂണ്ടും സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ. ഭർത്താവിനധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാരിനിതാനും കളിച്ചു വിളങ്ങിന. ഭൂതലത്തിങ്കലെല്ലാം അന്ന് തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു, ലോകവും ആനന്ദിച്ചു. ബാല്യവും കൗമാരവും. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു, സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ. വിധിനന്ദനായ വസിഷ്ഠമഹാമുനി വിധിപൂർവകം ഉപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായതു പാർത്താലെന്തരത്ഭുതം അവ പാടവമേറും. നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും. സഹസ്ര പത്രോത്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാപതോർത്താൽ ധനുർവേദാംഭോനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ. മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതു കാലം ഏകദാം കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥമേറി പ്രാണസംവിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ബാണാസന പൂണികൾ പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണ ഹരി കരികരടേ കിടികിരേ ഹരി ശാർദൂലാദികൾ അമിതവന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ച വണ്ണവും നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്യുഷസ്യുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചത്. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ. ചേതസാം വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം
ചിത്രം ചിത്രം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമ്മാരെഴുന്നള്ളീടിനാൻ. രാമനായ ബനിയിൽ മായയാ ജനിച്ചൊരു കോമളനായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യം ജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടും ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പായാൻ അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കു മഹീപതേ. കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേ കാന്തേ ചൊല്ലിടിനാൻ. എന്തോ ചെയ്വതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിന്നില്ലല്ലോ ശക്തിയൊട്ടും. എന്തു ചെയ്വതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിന്നില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തു. വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചോ തിരിച്ചരുളി ചെയ്തിടുക വേണോ. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടം ഉണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ. മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യ ദേവിതേ തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി തന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേളെന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾവരമെന്ന്.
പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നതറിഞ്ഞാലും പൃഥ്വീന്ദ്രശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാം അയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തുമാറിലണച്ചു ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ. ജനനിമാർ ചരണാംബുജം കോപ്പെ മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനോ ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയും മയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടങ്ങരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതകളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനീക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ, പോകുമാറിൽ നീ വഴിയാരുമേ ഇതു കാലം കാടിത് കണ്ടായോ നീ. കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസീ ജനം ഭുവനേശ്വര പോറ്റി, കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ലോരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുഞാണുലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരവും. ചെറുഞാണുലി കേട്ട് കോപിച്ചു നിശാചരി പെരുകെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായ നേരമാശു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരിതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണ്ണ രത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം. രാമദേവാനുജ്ഞയാ കൗശികമുനീന്ദ്രനും
ദിവ്യാസ്ത്രങ്ങളെ എല്ലാമാശു രാഘവനുപദേശിച്ചു. സലക്ഷ്മണോ നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യഗാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാ. പുലർകാലേ പുക്കിതു സിദ്ധാശ്രമം. വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാറുതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താൻ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാനേതു ചെയ്തു. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ യാഗവും ദീക്ഷിച്ചിതു. കൗശികൻ അതുകാലമാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയുമായി. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതു നേരവും. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരം. അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിടിന. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു. മാരീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം ബുക്കീടിനാൻ. ഭക്തവത്സലന ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും. മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷ കിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാൻ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുപുണർന്ന ശ്രുപൂർണാർദ്ര കുലനേത്ര പത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു. കൗശികൻ അവരുമായി അരുൾ ചെയ്തിതു. 4-ാം ദിവസം പിന്നെ മുനി ഋതുവൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിയ മാഹേശ്വര വില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി പാലേന്ദ്രന്മാരാൽ അർച്ചിതം അനുദിനോ. ക്ഷോണീപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലദാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കേ. പുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദം
ഇതവാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വം എന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസേ നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസ വാഴും കാലം. ലോകേശൻ നിജ സുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ണി വായ്മലരും ബന്ധുക്കും മുലകളും ചന്തമേറേടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തോരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ച അനങ്കാന്ധനായി വന്നല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും. ഇതിന്നിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരം എന്തെന്നോർത്തു ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമത്തിങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം മന്ദരാ പുക്കാനുടജാന്തരേ പരവശാൽ സുത്രാമഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട് നേരത്ത് ഗൗതമനും മിത്രൻ തന്നുദയം ഒട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ മിത്രസ്ഥനായി എത്രയും വേവതു പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനു നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോട് ചൊല്ലിടറിഞ്ഞേനല്ലോതവം വൃത്താന്തം പറയാകിൽ ഭസ്മമാക്കുവാനിപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശവിച്ചാശ്രമവകം ബുക്കപ്പോൾ അഹല്യയും വേവധു പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതം ഒടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവാൻ നിഷ്കൃതയായുള്ളോരോ ദുർധര മഹാവ്രതം കാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കേണം.
നീഹാരതപവായുവർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി പരാ. കാനനദേശേ മതീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാം ഭോജസ്പർശനമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടു കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽപാർശ്വം ബുക്കാൻ. അന്നു തൊട്ടിവിടെ വാണിടിനാളകല്ലയോ നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടേൽക്കാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ ഭക്തിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം. ഇന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനി ഭക്തിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപ സഞ്ജയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായോരും ദേവൻ തന്നെ ചാപ ബാണങ്ങളോടും പീതമാവസ്ത്രങ്ങളോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിഭനേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതകല്ലേക്കും തന്നെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുന്നമുര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം. നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാമനോഹരൻ. യുദ്ധമാത്മനി ചിന്തിച്ചുദ്ധാനവും ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനവും ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിതഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും ആദ്വയനായോരാദ്യസ്വരൂപനെ കണ്ടു സത്യോജാതനന്ദാബ്ധിമഗ്രയായി സ്തുതി ചെയ്ത. അഹല്യാസ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം.
പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാംസുലേശം ഇന്നേനിക്കൽ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതേ. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനചലനല്ലോ ഭവാൻ ത്വൽപാദാംബുജപാം സുഭ പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മാനം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധം അദ്ഭുതവീര്യം സുന്ദരം ധനുദ്ധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനു യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വകം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണമായി പ്രാപിക്കുന്നേ. ആദ്യൻ അദ്വയനേകൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടോ ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജ മായാഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ. ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയപത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം നിലകം ആക്രാന്ത ജഗത്രയോ. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശാ മത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ
ഭവാനജിതൻ നിരഞ്ജനൻ ഭജസാം വിഷയമല്ലാതോരാനന്ദമല്ലോ വാച്യവാചകോഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫല സാധനഭേദം മായയ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലം എന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവനരുതല്ലോ ത്വന്മായാ വിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലന്നേകൻ ബദ്ധനവ്യക്തൻ ശാന്തന സംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുനിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതത്രയും മൂഢാത്മാവായി അന്ധനയായുള്ളൊരു ഞാനെങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാപി വസിച്ചീടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം ഒന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ നാരായണ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപതേ ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായക കോടി സദൃശ പ്രഭം രാമം കര സാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വല രത്നകുണ്ടലാഞ്ചിതഗണ്ഡം കാമലദളലോല വിമല വിലോചനം കമലോദ്ഭവന്നദം മനസാ രാമമീഢേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാൾ അഹല്യയോ ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം മനുജന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദയ സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം
അർത്ഥാർത്ഥി ജപിച്ചേടിലർത്ഥവും ഏറ്റമുണ്ടാം. ഗുരോ തൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീ സുരഹന്താം. പിതൃമാതൃകാ ഭോഗേ പുരുഷാധവൻ ഏറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലേതോ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.